ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 17-ാം അധ്യായം. ഇതര മതങ്ങൾ. ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ആത്മാക്കൾ താങ്കളെ സന്ദർശിച്ചിട്ടുണ്ടോ? ഉവ്, നേരത്തേതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ തങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അവർ എന്നെ കാണാൻ വരുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സ്വർഗരാജ്യത്തിനു വേണ്ടി ഏറെ പ്രയത്നിക്കാൻ നമുക്ക് സാധിക്കും. വ്യത്യസ്തമായ രീതിയിൽ വളർത്തപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരും വിശുദ്ധി നേടുന്നത് സംഭവ്യമാണ്. ക്രിസ്ത്യാനികളോട് എനിക്ക് ഒന്ന് പറയാനുണ്ട്. നമ്മുടെ സഭയ്ക്ക് വെളിയിലും വിശുദ്ധരുണ്ട്. ഇത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ നാഥ തന്റെ ദർശകിയായ ഒരു വ്യക്തിയോട് അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അവൾ താമസിക്കുന്ന പട്ടണത്തിലെ ഏറ്റവും വിശുദ്ധയായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതൊരു മുസ്ലിം വനിതയാണ് എന്നാണ് നമ്മുടെ പരിശുദ്ധ അമ്മ മറുപടി പറഞ്ഞത്. ആത്മാവിന്റെ അഭ്യുന്നതിക്ക് ഉതകാത്ത മതങ്ങൾ ഉണ്ടോ? വളരെയേറെ മതങ്ങൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. ഇക്കാലത്ത് മന്ത്രതന്ത്രാദികളും ഗൂഢവിദ്യകളും അഭ്യസിക്കുന്നവർ തങ്ങളുടേത് മതമാണെന്ന് അവകാശപ്പെടുന്നു. അവരുടെ സമ്മേളനങ്ങളും ഒരു മടിയും കൂടാതെ സ്വയം ക്രിസ്ത്യാനികളുടേത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇവരുടെ നേതാക്കന്മാരാകട്ടെ അധികാരമോഹികളും ഗൂഢവിദ്യകൾ വഴി മനസ്സിനെ നിയന്ത്രിക്കുന്നവരും സാത്താൻ ആവസിക്കുന്നവരുമാണ്. ഓർത്തഡോക്സുകാരും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ദൈവത്തിലും അവിടുത്തെ 10 കൽപ്പനകളിലും വിശ്വസിക്കുന്നു. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാർക്ക് പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ഔദ്യോഗികമായി ഇല്ല. എന്നിരുന്നാലും വളരെയധികം പേർ ഇപ്പോൾ ജപമാല ചൊല്ലുന്നുണ്ട്. സാത്താന് സഹായകരമായ നിലപാടുകൾ എടുക്കുന്ന പല സഭകളും എത്രമാത്രം സത്യത്തെ പിന്തുടരുന്നുണ്ടെന്ന് ഞാൻ ശങ്കിക്കുന്നു. പാനപാത്രം നിറഞ്ഞതാണോ ഒഴിഞ്ഞതാണോ എന്ന് ദൈവം അളന്നു നോക്കുമ്പോൾ തങ്ങളാണ് ശരിയെന്ന് അവകാശപ്പെടുന്ന വിഭാഗങ്ങൾ വിടുതൽ നൽകുകയും ശുശ്രൂഷകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മുൻപിൽ സംപ്രീതരാണ്. ദൈവസന്നിധിയിൽ വിശുദ്ധി നേടാൻ ഏറ്റവും കഷ്ടപ്പെടുന്നത് കത്തോലിക്കരാണെന്ന് നിസ്സംശയം പറയാം. കത്തോലിക്ക സഭ വളരെ ക്ലിഷ്ടമായ സ്ഥിതിയിലൂടെ കടന്നു പോകുകയാണെങ്കിലും അവർ സത്യത്തോട് ഏറ്റവുമധികം അടുത്തു നിൽക്കുന്നവരാണ്. നാം നിശബ്ദമായി പ്രാർത്ഥിച്ചും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിയും വളരെയധികം ജനങ്ങളെ ഈശോയുടെ പക്കലേക്ക് ആനയിക്കേണ്ടിയിരിക്കുന്നു. വളരെയേറെ ലഭിച്ചവരിൽ നിന്ന് വളരെയേറെ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ പോലും ജീവിതകാലത്ത് ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ആരെങ്കിലും സ്വർഗത്തിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരാൾ ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുകയും സഹോദരനെ സ്നേഹിക്കുകയും ചെയ്താൽ ആ ആത്മാവ് ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കും. ഇവിടെയായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അവിടുത്തെ അറിഞ്ഞിരുന്നില്ലെങ്കിലും ജീവനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ മഹത്തായ സമ്മാനമാണ് അതെന്ന് കരുതുകയും ചെയ്തവരെ തീർച്ചയായും അനുഗ്രഹിക്കും. മറ്റു മതവിഭാഗങ്ങളിലുള്ള പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് എങ്ങനെ തങ്ങളുടെ കുടുംബങ്ങളിലെ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കാൻ കഴിയും? കത്തോലിക്ക സഭയുടെ അംഗീകൃത പ്രാർത്ഥനകൾ മനഃപാഠമാക്കുന്നതിലല്ല, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതിലാണു കാര്യം. അവർ തങ്ങളുടെ മൺമറഞ്ഞ ബന്ധുക്കളെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി സൽകൃത്യങ്ങൾ ചെയ്യുകയും വേണം. കർത്തൃപ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും വഴി അവർക്ക് ശുദ്ധീകരണത്തിലായിരിക്കുന്ന ബന്ധുജനങ്ങളെ സഹായിക്കാനും തിരികെ അവരുടെ വലിയ പ്രാർത്ഥനാ സഹായം സ്വീകരിക്കാനും കഴിയും. കർത്തൃപ്രാർത്ഥനയാണ് ഈശോ നമ്മെ പഠിപ്പിച്ച ഏക പ്രാർത്ഥന. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതെല്ലാം അതിലുണ്ട്. എത്ര ലളിതവും ചെറുതുമായ പ്രാർത്ഥനയാണെങ്കിലും ഈ ലോകത്തിൽ എത്ര പേർ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്? പതുക്കെ പതുക്കെ മറ്റു പ്രാർത്ഥനകളിലേക്കും അവർ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കും മരണമടഞ്ഞ ബന്ധുക്കൾക്കും വേണ്ടി നമ്മുടെ ഹൃദയപൂർവമായൊരു പരിഗണനയുടെ രൂപരേഖ നൽകുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും പറയട്ടെ, ഇതെല്ലാം ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതല്ല, ഹൃദയത്തിൽ നിന്നുമാണ് വരേണ്ടത്. സ്നേഹം ഹൃദയത്തിൽ നിന്നാണ്, ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. ബുദ്ധിയില്ലായ്മ ആരുടെയും നാശത്തിന് കാരണമാകുന്നില്ല. സ്നേഹമില്ലായ്മ രാവും പകലും നമ്മെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. സൗഖ്യം നേടാനും വിശുദ്ധീകരിക്കപ്പെടാനും ബുദ്ധിപരമായല്ല, സ്നേഹത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. കത്തോലിക്ക കുർബാനകളിൽ നടക്കുന്നത് പോലെയുള്ള സൗഖ്യം
മറ്റു വിഭാഗങ്ങളുടെ കുർബാനകളിലും ശുശ്രൂഷകളിലും സംഭവിക്കാറുണ്ടോ? കുർബാനയിൽ സന്നിഹിതരായിരിക്കുന്നവർ വാഴ്ത്തപ്പെട്ട അപ്പത്തിൽ ഈശോ സന്നിഹിതനാണെന്ന് വിശ്വസിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇത് സംഭവിക്കുക. വെറും പ്രതീകമാണെന്ന് ധരിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, സൗഖ്യം വെറും അനുകരണമായിരിക്കും. അത് നീണ്ടു നിൽക്കുകയുമില്ല. സത്യമായ ഈശോയിൽ നിന്നും നമ്മെ അകറ്റാനും ചിന്താക്കുഴപ്പത്തിലാക്കാനുമുള്ള അവന്റെ തന്ത്രങ്ങൾ സാത്താൻ എപ്പോഴും മെനഞ്ഞുകൊണ്ടിരിക്കും. ചില വിഭാഗങ്ങൾ അനുഷ്ഠാനങ്ങളിൽ അത്രയേറെ മാറ്റം വരുത്തുകയാൽ അവരുടെ ഓരോ ഭക്ഷണവേളയിലും അപ്പം മുറിക്കുമ്പോൾ ഈശോയുമായി ഒന്നു ചേരുന്നുവെന്ന് പറയുന്നു. അവിടെയും റോമൻ കത്തോലിക്ക സഭയിലേതുപോലെ സൗഖ്യം സംഭവിക്കുന്നുണ്ടോ? ഇത് ശരിയായ അനുഷ്ഠാനമാണ് എന്ന് കരുതുന്നുണ്ടോ? കാര്യമില്ലാതില്ല. എന്നാൽ കത്തോലിക്ക ആചാരാനുഷ്ഠാനങ്ങളാണ് വാസ്തവം. എന്നിരുന്നാലും ഈശോയുടെ സ്നേഹം നിസ്സീമമാകിയാൽ മറ്റു സഭാവിഭാഗങ്ങളിൽ സൗഖ്യം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദ്യം ചെയ്യുകയില്ല. എന്നാൽ ഗൗരവപൂർണമായ ആഴമേറിയ ഒരു സമതുലിതാവസ്ഥ പാലിക്കുന്ന കത്തോലിക്ക കുർബാനയിൽ മാത്രമാണ് ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ സൗഖ്യപ്പെടുക. അക്രൈസ്തവരായ ശുദ്ധീകരണാത്മാക്കൾ പാപ്പായെക്കുറിച്ച് എന്തെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞിട്ടുണ്ട്. പാപ്പ മുഴുവൻ മനുഷ്യവംശത്തിന്റെയും പരമോന്നതമായ ആത്മീയ ആചാര്യനാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അക്രൈസ്തവരായ ആത്മാക്കൾ അങ്ങനെ പറഞ്ഞുവോ? ഈ ഭൂമിയിലായിരുന്നപ്പോൾ അക്രൈസ്തവരായിരുന്നവരുടെ ആത്മാക്കൾ വ്യക്തമായും എന്നോട് ഇക്കാര്യം പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു പ്രത്യേക വിധ ആരാധന സമ്പ്രദായത്തിലോ വിഭാഗത്തിലോ ചേരുന്നവർക്ക് എന്തു സംഭവിക്കും? അവർ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ നീങ്ങുക. അവർ ജനിച്ച കുടുംബം അത്തരം ആരാധനാ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവയായിരുന്നാൽ അവർ വളരെ വേഗം നീതീകരിക്കപ്പെടുന്നു. അത് അവർ സ്വമേധയാ തിരഞ്ഞെടുത്തതല്ല. അതിനേക്കാൾ നല്ലത് വേറെയുണ്ടെന്ന ബോധ്യവും അവർക്കില്ല. എന്നാൽ ക്രിസ്ത്യാനിയോ കത്തോലിക്കനോ ആയ ഒരാൾ, ഉന്നതമായ നീതിമാർഗങ്ങൾ അറിയാവുന്ന ഒരാൾ ഇത്തരം ആരാധനയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഏറെ സഹിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മരണത്തിന് മുൻപ് സ്വതന്ത്രനാവുകയും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരികെ വരികയും വേണം. എന്റെ തലമുറയിലെ ഭൗതികവാദികളായ പല ഭിഷക്കുരന്മാരും ആവർത്തിച്ചു പറയുന്ന ഒരു പദപ്രയോഗമാണ് സൗഖ്യപ്പെടുന്ന കത്തോലിക്കർ. ഇതിനെപ്പറ്റി താങ്കൾ എന്തു പറയുന്നു? ഈ പദപ്രയോഗം എന്നെ ദുഃഖിതയും രോഷാകുലയുമാക്കുന്നു. ഇങ്ങനെ പറയിക്കുന്നത് സാത്താനാണ്. ദൈവത്തിന്റെ രക്ഷാകരമായ ദിവ്യസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാതെ രക്ഷകർത്താക്കളും വൈദികരും അധ്യാപകരും ഭീഷണിപ്പെടുത്തുകയും ഇപ്പറഞ്ഞവരുടെയെല്ലാം കുറ്റബോധം യുവജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആത്മീയ മുറിവുണ്ടാകുന്നു. ഈശോ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവിടത്തേക്ക് മറ്റാരേക്കാളും മനുഷ്യാവസ്ഥയെപ്പറ്റി നന്നായി അറിയാം. നമ്മെ സൂത്രത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള വഴികൾ പിശാചിനറിയാം. ഇത്തരം ഭീഷണികൾ വളരെ പേരെ സഭയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആവർത്തിച്ചു പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ തേടി വേർപിരിഞ്ഞു പോയവരുടെ തിരിച്ചുവരവിനായി യത്നിക്കണമെന്നും. യുവാക്കളുടെ ഇടയിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയവർ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഭീഷണി കേട്ട് അകന്നു പോയവർക്ക് ദൈവം വളരെയേറെ കരുണ നൽകും. എന്നാൽ എവിടെ നിന്ന്, എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ആരാണിത് ചെയ്തതെന്നും അവിടുന്ന് അറിയുന്നുണ്ട്.